വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ടെർമിനൽ വഴി വളരെ ഈസി ആയിട്ട് എങ്ങനെ മറ്റൊരാളുമായിട്ട് ചാറ്റ് ചെയ്യാം. നമുക്ക് ഒരാളുമായിട്ട് മാത്രമല്ല ചാറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വാട്സപ്പിനകത്തേക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു ടൂൾ എങ്ങനെ നമ്മുടെ മെഷീനകത്തോട്ട് കൊണ്ടുവരാൻ നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ഫയർഫോഴ്സ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഈ ഒരു ടൂളിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിപ്പം അതായത് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ടൂളിന്റെ പേര് കൊടുക്കുക. ടൂളിന്റെ പേര് എന്ന് പറഞ്ഞാൽ ടേം ടാൽക്ക് എന്നാണ്. ടേം ടാൽക്ക് ഗിറ്റ് ഹബ് എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും രണ്ടാമത് കിടക്കുന്നതാണ് ടേം ടാൽക്ക് ഈസ് എ ടെർമിനൽ ബേസ്ഡ് ചാറ്റ് റൂം ആപ്ലിക്കേഷൻ ബിൽഡ് വിത്ത് പൈത്തൺ ചാറ്റ് വിത്ത് ഈച്ച് അതർ ഓവർ ഇന്റർനെറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റർനെറ്റ് വഴി നമുക്ക് ആരോട് വേണമെങ്കിലും നമുക്ക് ടെർമിനൽ വഴി ചാറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട്. അപ്പം ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ടേം ടാൽക്ക് എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു കോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഡ് എന്ന് പറഞ്ഞ ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അപ്പം ഇവിടെ നിങ്ങൾക്ക് റൈറ്റിൽ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആ ഒരു URL കോപ്പി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വാങ്ങിച്ചു നോക്കാവുന്നതാണ് ഈ ടൂളിനെ പറ്റി. അതായത് ഇത് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിന് വേണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ടൂളാണ്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനലിൽ വരിക. ടെർമിനലിൽ വന്നിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോകാം. അതിന് വേണ്ടിയിട്ട് ചേഞ്ച് ഡയറക്ടറി ഡെസ്ക്ടോപ്പ് കൊടുക്കാം. നമുക്കിനിയും ആ ഒരു ഗിറ്റ് ഹബിന്റെ സോഴ്സിൽ നിന്ന് അതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗിറ്റ് ക്ലോൺ കൊടുക്കുക. ഗിറ്റ് ക്ലോൺ കൊടുത്തിട്ട് ആ ഒരു കോപ്പി ചെയ്ത URL ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേം ടാൽക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ടോ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും നമ്മുടെ ടേം ടാൽക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ടേം ടാൽക്ക് എന്ന് പറഞ്ഞ ഡയറക്ടറിക്ക് ഉള്ളിലോട്ട് പോകണം. അതിന് വേണ്ടിയിട്ട് CD ടേം ടാൽക്ക് എന്ന് കൊടുക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ രണ്ട് ഫയലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇത് സെർവർ ആണ്, അതേപോലെ തന്നെ ക്ലയന്റ് ആണ്. നമുക്ക് ഇവിടെ ചാറ്റ് വരുന്നത് ക്ലയന്റ് ടു ക്ലയന്റ് ആണ്. സെർവറിൽ നമുക്ക് മെസ്സേജ് ഒന്നും റിസീവ് ആവുന്നില്ല. ജസ്റ്റ് നമ്മുടെ ക്ലയന്റ് അയക്കുന്ന മെസ്സേജിനെ ബാക്കിയുള്ള ക്ലയന്റ്സിന് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെർവർ വരുന്നത്. അപ്പൊ നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് പൈത്തൺ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ IP അഡ്രസ് അറിയണം. ഞാനിപ്പം IPA കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ IP അഡ്രസ് വരും. IP അഡ്രസ് എന്ന് പറയുന്നത് 192.168 ആണ്. ക്ലിയർ കൊടുക്കാം. അപ്പൊ നമുക്ക് ആ ഒരു സെർവർ സ്റ്റാർട്ട് ചെയ്യാം. സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ 3 എന്ന് കൊടുക്കാം. പൈത്തൺ 3 എന്ന് കൊടുത്തിട്ട് server.py കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ IP ചോദിക്കുന്നുണ്ട്. അതായത് എൻ്റർ IP ടു ബൈൻഡ് ടു, അതായത് യുവർ IP, അതായത് നമ്മുടെ IP ആണ് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എന്റെ IP കൊടുക്കുകയാണ്. 192.168 ആണ്. നമ്മൾ നേരത്തെ IP നോക്കിയായിരുന്നു. അപ്പം ആ ഒരു IP ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒരു പോർട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ 5000 ആണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാർട്ടിംഗ് സെർവിയർ ആണ് സ്റ്റാർട്ടിംഗ് ചാറ്റ് സെർവർ. ഓക്കെ, ചാറ്റ് സെർവർ സ്റ്റാർട്ടഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെർവിയർ പബ്ലിക് URL ഇട്ടിട്ടുണ്ട്. അതായത് യൂസ് ദിസ് ഇൻ ക്ലയന്റ്. നമ്മൾ ക്ലയന്റിൽ നമുക്ക് ക്ലയന്റിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു servier.net എന്ന് പറയുന്ന ഈ ഒരു ഹോസ്റ്റിനെയും കൊടുത്തിട്ട് ഈ ഒരു പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയന്റിന് നമ്മുടെ ചാറ്റ് സെർവറിൽ ജോയിൻ ചെയ്തിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഈ ഒരു പോർട്ട് കോപ്പി ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇതിൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത് ക്ലയന്റ് ടു ക്ലയന്റ് ആണ്. നമുക്ക് സെർവറിൽ മെസ്സേജ് ഒന്നും റിസീവ് ആവത്തില്ല. സെർവർ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ക്ലയന്റ് അയക്കുന്ന മെസ്സേജിനെ ബാക്കിയുള്ള ക്ലയന്റിന് സെൻഡ് ചെയ്യാനും അതുകൊണ്ട് തന്നെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെർവർ ഉള്ളത്. ഓക്കെ, ഈ ഒരു സെർവർ വഴിയാണ് ക്ലയന്റ് അയക്കുന്ന മെസ്സേജ് സെൻഡ് ആവുന്നതും അതുകൊണ്ട് തന്നെ റിസീവ് ആവുന്നതും. ഓക്കെ, അപ്പം നമുക്ക് വേറെ ഒരു ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ റൺ ചെയ്യേണ്ടത് client.py എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ആണ് റൺ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഹോസ്റ്റ് ചോദിക്കുന്നുണ്ട്. ഹോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് servier.net ആണ്. നെക്സ്റ്റ് പോർട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തായിരുന്നു. ആ ഒരു പോർട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇതുവഴി നമുക്ക് ഇന്റർനെറ്റ് വഴി നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒന്നിലധികം പേർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഓക്കെ, ഇതൊരു ചാറ്റ് റൂം ആണ്, ചാറ്റ് റൂം സെർവർ ആണ്. ഓക്കെ, ചാറ്റ് റൂം സെർവറും അതേപോലെ തന്നെ ആ ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം പേർക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നെയിം ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നെയിം കൊടുക്കുകയാണ്.
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണക്റ്റഡ് ടു ചാറ്റ് സെർവർ. നമ്മൾ ആ ഒരു സെർവറിൽ കണക്ട് ആയിട്ടുണ്ട്. നമുക്കിനി മറ്റൊരു ക്ലയന്റിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതിൽ ചാറ്റിംഗ് വരുന്നത് ക്ലയന്റ് ടു ക്ലയന്റ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സെർവർ ജസ്റ്റ് ആ ഒരു ക്ലയന്റിൽ നിന്ന് വരുന്ന മെസ്സേജിനെ ബാക്കിയുള്ള ക്ലയന്റിന് സെൻഡ് ചെയ്യാനും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെർവർ ഉള്ളത്. അപ്പം നമുക്ക് വീണ്ടും നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. ഇത് ഞാൻ എന്റെ സിസ്റ്റത്തിൽ തന്നെ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്ര സ്റ്റെപ്പ് ചെയ്യേണ്ടി വരുന്നത്. മറ്റൊരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ക്ലയന്റ് ഡോട്ട് പി വൈ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരാൾ സെർവറും അതേ ഒരു ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരാൾ ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഒരേ സിസ്റ്റത്തിൽ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം നമുക്ക് ക്ലയന്റ് ഡോട്ട് പി വൈ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ ഹോസ്റ്റ് കൊടുക്കേണ്ടത് സെർവിയോ ഡോട്ട് നെറ്റ് ആണ്. പോർട്ട് നമ്മൾ അവിടുന്ന് കോപ്പി ചെയ്ത പോർട്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നിക് നെയിം കൊടുക്കുന്നുണ്ട്. നിക് നെയിം നമുക്ക് കൊടുക്കാം. ഓക്കെ, കണക്റ്റഡ് ടു ദ ചാറ്റ് സെർവർ എന്ന് വന്നു. അപ്പൊ നമുക്ക് ഇനി മെസ്സേജ് സെൻഡ് ചെയ്യാം. ഹായ് എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ മറ്റേ ക്ലയന്റിന് മെസ്സേജ് റിസീവ് ആയാൽ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഹായ് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഹലോ എന്ന് കൊടുക്കാം. ഹലോ ഐ ആം ഡീബക്സ് ബെറ്റർ എന്ന് കൊടുത്തു. അപ്പൊ നമ്മുടെ മറ്റേ ക്ലയന്റിന് മെസ്സേജ് റിസീവ് ആയാൽ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഹലോ ഐ ആം ഡീബക്സ് ബെറ്റർ എന്ന് വന്നു. ആ ഒരു പേര് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഹവാറി കൊടുത്തു നോക്കാം. ഓക്കെ, ഹവാറി എന്ന് കൊടുത്ത് നമ്മുടെ മറ്റേ ക്ലയന്റിന്റെ മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫസ്റ്റിൽ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ ആ ഒരു പേര് ജോയിൻ ആയിട്ടുണ്ടെന്നുള്ള ആ മെസ്സേജ് നമ്മളെ കാണിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇപ്പൊ എക്സിറ്റ് ആവുകയാണ്. ഇപ്പൊ എക്സിറ്റ് ആയി, ആ ഒരു ക്ലയന്റ് എക്സിറ്റ് ആയി. നമ്മുടെ ഡീപെക്സ് വെക്ടർ എക്സിറ്റ് ആയി. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീപെക്സ് വെക്ടർ എക്സിറ്റഡ് ഫ്രം ദ ചാറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റർനെറ്റിലൂടെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു ചാറ്റ് റൂം സെർവറും ചാറ്റ് റൂം ആണ്. അതായത് നമുക്ക് ഒന്നിലധികം പേർക്ക് നമുക്ക് ഈ ഒരു സെർവറിലോട്ട് കണക്ട് ചെയ്തിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരേ സിസ്റ്റത്തിൽ തന്നെ ചെയ്തുകൊണ്ടാണ് ക്ലയന്റിനെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഓക്കെ, അതായത് ഓരോരോ ക്ലയന്റിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരാളാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്ലയന്റ് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ക്ലയന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റൊരാളാണെങ്കിൽ ക്ലയന്റ് മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പം നമ്മുടെ സെർവർ വഴി നമുക്ക് ക്ലയന്റിൽ നമുക്ക് ഇത് കിട്ടും, മെസ്സേജ് കിട്ടും. അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ടൂളിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം.